മാക്സിമം ഫസ്റ്റ്ലി എല്ലാവരോടും നമ്മൾക്ക് HSA ഓൾറെഡി എല്ലാവരും ക്വാളിഫൈ ചെയ്ത് എക്സാം ക്വാളിഫൈ ചെയ്ത് ഇരിക്കുന്നവരാണ് ഇതിൽ ഭൂരിഭാഗവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയാണ് നമ്മൾക്ക് ഇൻ്റർവ്യൂവിൽ നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾക്ക് ഇൻ്റർവ്യൂവിൽ വരുന്ന ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും, നമ്മൾ എന്തൊക്കെയാണ് കേടാവേണ്ടത് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഒരു ഇൻട്രാക്റ്റീവായിട്ട് ഒരു ഓൾറെഡി നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി തരിക, ആളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ ഹിബ, നമ്മൾ ഇന്നത്തെ സ്പീക്കർ ഹിബ ഷഹീൻ, ആള് 2022 HSC ക്വാളിഫൈഡ് ആണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഇപ്പം അഡ്വൈസ് മെമ്മോ വന്നു ആൾക്ക്. അപ്പോൾ ആള് വെരി സൂൺ നമ്മൾക്ക് ഇതിൽ സ്കൂൾസിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആളുടെ അടുത്തുനിന്ന് ഡയറക്റ്റ് അങ്ങനെ ഓൾറെഡി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി നമ്മൾക്ക് ഇൻസൈറ്റ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ മേക്ക് യൂസ് ചെയ്യുക, ആളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യും. എന്തായാലും ആളുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മേക്ക് യൂസ് ചെയ്യുക. ഫർദർ കൂടുതൽ സംസാരിക്കുന്നില്ല, ഡയറക്റ്റ് ഹിബനെ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാവരെയും കൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും, നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. സോ ഹിബ. ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. സോ നമ്മളെല്ലാവരും ഫസ്റ്റ്, ഇപ്പോൾ ഫിദ മാം പറഞ്ഞ പോലെ ഫസ്റ്റ് കടമ്പ കഴിഞ്ഞിട്ടുണ്ട്. എക്സാം ക്വാളിഫൈ ചെയ്ത് ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. പല ജില്ലകളുടെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് ജനുവരി മുതൽ വിവിധ ജില്ലകളിലായിട്ട് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്റർവ്യൂവിന് ഒരുപക്ഷെ പലർക്കും എക്സാമിനേക്കാൾ കൂടുതലായിട്ട് പേടിയുള്ള ഒരു സംഭവമായിരിക്കും ഇന്റർവ്യൂ. എക്സാമിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്റർവ്യൂവിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അവരെ ഫേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇന്റർവ്യൂവിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പേടി കാര്യങ്ങൾ പലപ്പോഴും പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫിദ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ 2002 HSC എക്സാമിന് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ ഈ ഇന്റർവ്യൂ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കാത്തിരുന്ന് റാങ്ക് ലിസ്റ്റ് വന്ന് ഇപ്പോൾ അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. എങ്ങനെയായിരുന്നു ആ ഒരു ഇന്റർവ്യൂ ഫേസ്, അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെഷനും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ആക്കാം. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളതല്ല അവരവിടെ ചെക്ക് ചെയ്യുന്നത്. ഇയാള് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു AI ടൂൾസ് യൂസ് ചെയ്ത് ടീച്ചിങ്ങിനെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഈ ഒരു കാലത്തിൽ നമ്മൾ പലപ്പോഴും BEd ക്ലാസ്സുകളിൽ പറയാറുള്ള പോലെ ടീച്ചർ എൻസൈക്ലോപീഡിയ അല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ ഒരു കുട്ടിയെ ആ കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഇയാൾക്ക് എത്ര കഴിവുണ്ട് എന്നുള്ളത് ആണ് ആ ഇന്റർവ്യൂവിലൂടെ അവർ നമ്മിൽ നിന്നും അളക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കേവലം ഒരു തിയറി ബേസ്ഡ് അല്ല, പ്രാക്ടിക്കൽ ആയിട്ട് ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ നമ്മുടെ എംപതറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ക്ലാസ് മുറികളിൽ നമ്മൾ ക്ലാസ് റൂമുകൾ മാനേജ് ചെയ്യാൻ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ട്രെയിനിങ് ആവശ്യമുണ്ട്. ഇപ്പോൾ പാഠപുസ്തകങ്ങളിലുള്ളത് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ക്ലാസ് റൂമുകളിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ അതിനെല്ലാം നമ്മൾ എത്രത്തോളം
ആപ്റ്റ് ആണ് എന്നുള്ള ഒരു മാർക്കാണ് അവർ നമുക്ക് അവിടെ നിന്ന് തരുന്നത്. സോ നമുക്ക് തിയററ്റിക്കലി നമുക്ക് നോളജ് വേണം, അതവർ ചോദിക്കും. അതിൽ കൂടുതലായിട്ട് നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, നമ്മളിലൂടെ വരുന്ന കുട്ടികളെ അവരുടെ കഴിവിന്റെ മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ട്, ഓരോരുത്തരും ഓരോ ഇന്റലിജൻസ് കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ്. ആ കുട്ടികളെ അവരുടെ കഴിവിന്റെ പരമാവധിയിലേക്ക് എത്തിക്കാൻ നമുക്ക് ഇങ്ങനെ കഴിയും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ അവര് നമ്മളെ അളക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോ 9 മുതൽ 13 വരെ മാർക്കാണ് ഇന്റർവ്യൂവിൽ ഒരാൾക്ക് കിട്ടുക. നമ്മൾ ഏറ്റവും മോശം പെർഫോമൻസ് ചെയ്താല്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മാർക്ക് 9 മാർക്ക്, ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്ന മാർക്ക് ഒരു 13 14 മാർക്കൊന്നും പൊതുവെ ആർക്കും കിട്ടാറില്ല. ഇൻ കേസ് നമ്മൾ 14 മാർക്കൊക്കെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് അത്രയും ബ്രില്യൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നൊക്കെ പൊതുവെ ഇന്റർവ്യൂവിന് പോവാറുള്ള ഫാക്കൽറ്റീസ് പറയാറുണ്ട്. അതുകൊണ്ട് ഒരു 9 മുതൽ 13 വരെ നിങ്ങൾ ഏതൊരു റാങ്ക് ലിസ്റ്റ് എടുത്ത് ഇന്റർവ്യൂവിന്റെ മാർക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും 9 മുതൽ 13 വരെ മാർക്കാണ് പൊതുവെ അതിൽ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂളായിട്ട്, ഏറ്റവും കാമായിട്ട് നമ്മൾ ആ ഇന്റർവ്യൂവിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. ഒരുപാട് ടെൻഷനോട് കൂടി, ഒരുപാട് ആവലാതികളോട് കൂടി ആ ഒരു ഇന്റർവ്യൂ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നമ്മളായിട്ട് പോലും അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഏറ്റവും ബാഡസ്റ്റ് വേർഷൻ ആവും ചിലപ്പോൾ അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് കുറയാനാണ് സാധ്യത ഉള്ളത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റർവ്യൂവിന് പറഞ്ഞിരിക്കുന്ന സമയത്തിന്റെ അരമണിക്കൂർ മുന്നേ എങ്കിലും PSC ഓഫീസിൽ നമ്മൾ എത്തണം. അത് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിരിക്കണം, വിശന്നിട്ട് കയറി ചെല്ലരുത്. അതൊക്കെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും അതുപോലെ ആയിരിക്കണമെന്നില്ല, എങ്കിലും അങ്ങനെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ബെസ്റ്റിൽ നിൽക്കണം. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പറയാറുള്ള പോലെ എപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലേഡീസ് ആണെങ്കിൽ സാരി ഉടുക്കണം. അതൊക്കെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന വസ്ത്രം എന്നില്ല, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ട് നമുക്ക് പോകാം. നമ്മളൊരു ക്ലാസ് മുറിയിലേക്ക് എങ്ങനെയാണോ പോവാൻ തയ്യാറെടുക്കുന്നത് അതുപോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ട് ഇന്റർവ്യൂ ഹാളിലേക്ക് കയറി ചെല്ലാം. ഇനി എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും എന്ന് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ പറയാം. ഇന്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്ന്, നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PGയുടെ 4th സെമിസ്റ്റർ ആയിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ചോദിച്ച കാര്യം, 4th സെമിസ്റ്റർ ആണ്, പ്രോജക്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ പ്രോജക്റ്റിന്റെ ടോപ്പിക് എന്താണ് എന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിച്ചു. ആൻഡ് അതിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് PGയുടെ പേപ്പറുകളിലോട്ട് പോയി ഏറ്റവും ഫേവറേറ്റ് പേപ്പർ ചോദിച്ചു, ആൻഡ് പ്രോജക്റ്റിനെ പറ്റി ഒരുപാട് അധികം ചോദിച്ചു. അങ്ങനെ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് മുന്നേ ഒരു കാര്യം പറയാം, നമ്മുടെ ഇന്റർവ്യൂ പാനലിൽ മിക്കവാറും 3 or 4 പേരാണ് ഉണ്ടായിരിക്കുക. ഇതിൽ ഒരാള് PSC മെമ്പർ ആയിരിക്കും, ഒരാള് നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ട് ആയിരിക്കും, ഒരാള് നമ്മളെ DEO DD അങ്ങനെയുള്ള പോസ്റ്റ് ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവര് 3 പേരും അവരുടെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടൊരു ഔട്ട്ലൈൻ പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ, നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, നമ്മുടെ സർക്കാരിന്റെ ഒരുപാട് പദ്ധതികളുണ്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികളും നിയമങ്ങളും ഉണ്ട്. അപ്പൊ അത് ചോദിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ ഉച്ചഭക്ഷണ പദ്ധതി, പിന്നെ അതുപോലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരുപാട് പുതിയ ഇന്നോവേറ്റീവ് ആയ ഐഡിയകളുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സ്കോളർഷിപ്പുകൾ നടത്തുന്നുണ്ട്. ആ ഓരോ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏത് കാറ്റഗറിയിലുള്ളവരാണ്, ആർക്കുള്ളതാണ് ആ സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നീട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്,
നമ്മുടെ ഓരോരോ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ, അതായത് DGE, ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ, അതുപോലെ DDE, ഓരോ ജില്ലയ്ക്കും ഓരോ DDE ഉണ്ടാവും. ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും. DDE ആരാണെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആൻഡ് DEO. ഇപ്പൊ മലപ്പുറത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ മലപ്പുറത്ത് 4 വിദ്യാഭ്യാസ ജില്ലകളുണ്ട്. അതുകൊണ്ട് തന്നെ 4 DEO ഓഫീസേഴ്സ് ഉണ്ട്. ഈ 4 DEO ഓഫീസേഴ്സിന്റെ പേരുകൾ ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. എല്ലാ ജില്ലകളിലും എത്രത്തോളം DEO ഓഫീസ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് അതാത് ജില്ലകളിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് എത്ര DEO ഓഫീസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ചുമതലയുള്ള ആളാരാണ്. അതുപോലെ AEO എന്ന് പറയുകയാണെങ്കിൽ UP തലം വരെയുള്ള 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾക്കുള്ള അതോറിറ്റിയാണ് AEO. എങ്കിലും എത്ര ഓരോ സബ്ജില്ലക്ക് ഓരോ AEO ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എത്ര AEO ഉണ്ട്, നമ്മുടെ സബ് ജില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ വീടുള്ള ആ സബ് ജില്ലയിൽ AEOനെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പേര് മനസ്സിലാക്കി വെക്കണം. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ചുകൂടെ ആസ് എ ടീച്ചർ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എംപതി, ആ ഒരു ഇമോഷണൽ വെൽബീയിങ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതെ വന്നാൽ ടീച്ചർ എങ്ങനെയാണ് ആ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നേരം വൈകി വരുന്ന ഒരു കുട്ടിയെ എങ്ങനെയായിരിക്കും ടീച്ചർ അതിനെ ട്രീറ്റ് ചെയ്യുക. അതായത് ആ കുട്ടി എന്നും നേരം വൈകി വരികയാണ്, ആ കുട്ടീനെ നേരത്തെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ ആസ് എ ടീച്ചർ നമ്മൾ പലപ്പോഴും നമ്മൾ ഇടപെടേണ്ട സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിനെ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ BEdന് പഠിച്ച ഒരുപാട് റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ റെക്കോർഡുകളൊക്കെ നമ്മൾ സ്കൂളിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ അറ്റൻഡൻസ് രജിസ്റ്റർ ആണെങ്കിലും അതേപോലെ ഒരുപാട് റെക്കോർഡ്സ് നമ്മൾ സ്കൂളിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ റെക്കോർഡുകളൊക്കെ എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എന്നോട് എന്തൊക്കെയായിരുന്നു ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് 1 by 1 ആയിട്ട് പറയാം. ആദ്യമായിട്ട് അവര് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റർ ചെയ്ത സമയത്ത് തന്നെ എന്നോട് PG ചെയ്യാണ്. സോ പ്രോജക്റ്റിനെ പറ്റി ചോദിച്ചു. എന്താണ് പ്രോജക്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. അതിനുശേഷം എന്നോട് അവർ ചോദിച്ചത് PMI, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഒരു എക്സ്പീരിയൻസ് അവർ ചോദിച്ച ചോദ്യങ്ങളും ഞാൻ അതിന് എങ്ങനെയാണ് ഉത്തരങ്ങൾ പറഞ്ഞതും എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോ അവര് പറഞ്ഞത് PMI, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണ് എന്ന് ചോദിച്ചു എന്നോട്. PMI എന്താണ് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് മാത്സിൽ PMI യൂസ് ചെയ്യുന്നത്. അപ്പോൾ അധികവും നമ്മൾ പലപ്പോഴും തിയറം പ്രൂവ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണല്ലോ PMI യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അത് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യം PMI യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ ഒരു കുട്ടിയാകുമ്പോൾ PMI എന്താണ് എന്ന് കുട്ടിക്ക് അറിയില്ലല്ലോ. അപ്പൊ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, നമ്മൾ മാത്സുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ എടുത്തത് ഏതൊരു ഈവൻ നമ്പറിനെയും നമ്മൾ 2n എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമല്ലോ, അത് PMI വഴി ഞാൻ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയ ഒരു കാര്യം PMI വെച്ചിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് അവരെന്നോട് പറഞ്ഞത് എൻ്റെ പ്രോജക്റ്റ് മെട്രിക്സ് റിലേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മെട്രിക്സിനെ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക്, ഒരു മലയാളം മീഡിയത്തിലെ കുട്ടിക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞു കൊടുക്കുക, ഏറ്റവും സിമ്പിളായിട്ട് മെട്രിക്സ് എങ്ങനെയാണ് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു മെട്രിക്സ് എന്ന് പറഞ്ഞൊരു നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ നമ്പറിനെ ഒരു പ്രത്യേക രീതിയിൽ എഴുതുന്നതാണ്. അതിലിങ്ങനെ വരികൾ ഉണ്ടായിരിക്കും, നിരകൾ ഉണ്ടായിരിക്കും. വരികളും നിരകളും വെച്ചിട്ട് നമ്മൾ അതിന് ഓരോ ക്രമങ്ങൾ കൊടുക്കും. ഓർഡർ എന്നുള്ളതിന്റെ മലയാളമാണ് ക്രമം. അങ്ങനെ ക്രമങ്ങൾ കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരിനോട് ചോദിച്ചത് കാർട്ടീഷ്യൻ തിയറി എന്താണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഒരു തിയറി എനിക്കറിയില്ല. നിങ്ങൾ പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവാം. കാർട്ടീഷ്യൻ തിയറി എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയണം. നമ്മളവിടെ ഒരുപാട് ഞാൻ ആലോചിച്ചു. കാർട്ടീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമുക്കറിയാം, കാർട്ടീഷ്യൻ പ്ലെയിൻ നമുക്കറിയാം.
അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടായിരിക്കാം എന്ന് കരുതി ഞാൻ ആലോചിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തിയറി കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ വലിച്ച് വീട്ടി ബബ്ബടിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അറിയില്ല എന്ന് പറയാം. അറിയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുക, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാം. ഓക്കെ. പിന്നെ അവർ ചോദിച്ചത് NMMS സ്കോളർഷിപ്പ് എന്താണ്, അത് എന്താണ് എക്സാം എന്നറിയോ, എങ്ങനെയാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്, അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് എന്നറിയോ എന്ന് ചോദിച്ചു. അതിനുശേഷം മലപ്പുറത്തെ ഒരു വിദ്യാഭ്യാസ ജില്ലയുടെ DEO ഓഫീസർ ആരാണ് എന്നുള്ള ചോദ്യം. ഇത്രയും ചോദ്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ കാഷ്വൽ ആയിട്ട് പി ജി ഏത് കോളേജിലാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ബിഎഡിന് ശേഷം PGക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്നോട് ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ചിലരോട് മാത്രം, ഞങ്ങൾ ലിസ്റ്റിലുള്ള ചിലരോട് മാത്രം ക്ലാസ് എടുക്കുന്നതിനെ പറ്റി ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്ലാസ് എടുത്തിട്ടില്ലെങ്കിലും ഒരു ഇൻട്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഹൈസ്കൂൾ ക്ലാസ്സിലെ 8, 9, 10 ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ മൊത്തം വായിച്ചിരിക്കണം. ആ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ കണ്ടന്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഓരോ ചാപ്റ്ററും നമ്മൾ ആ ക്ലാസ് റൂമിൽ പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം പോവാൻ. കാരണം അവർ പലപ്പോഴും ചോദിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കുക. അപ്പൊ അതിന് ഏറ്റവും വെറൈറ്റി ആയിട്ട് നമ്മൾ തന്നെ ഓരോ ഇൻട്രോ വെറൈറ്റി ആയിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൂടെ അവർക്ക് ക്യാച്ചി ആയിരിക്കും. ഓക്കെ. എല്ലാവരും പറയാലോ ഇപ്പൊ ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ തന്നെ ദൂരെയുള്ള മരത്തിന്റെ ഉയരം കണ്ടുപിടിക്കാൻ, അങ്ങനെയൊന്നും പറയാതെ നമ്മൾ തന്നെ ഇന്നോവേറ്റീവായി ആലോചിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഇൻട്രോ നമുക്ക്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. HSCയുടെ ഇന്റർവ്യൂവിനല്ല, മറ്റൊരു ഇന്റർവ്യൂവിന് ഞാൻ പോയ സമയത്ത് എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഒരു സ്കൂളിലെ ഡെയിലി വേജ് ഇന്റർവ്യൂവിന് പോയ സമയത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, ട്രിഗണോമെട്രി എങ്ങനെ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനെ ഞാൻ റിലേറ്റ് ചെയ്തത് എൻ്റെ റീസെന്റ് ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അതിനെ ഒന്ന് കണക്ട് ചെയ്തത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു പാർക്കിൽ പോയ സമയത്ത് അവിടെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ഫൗണ്ടെയിനിൽ വെച്ചിട്ട് എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മോള് ചോദിച്ചു, ഇപ്പൊ വാട്ടർ ഫൗണ്ടെയിൻ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, രണ്ട് സൈഡിൽ നിന്നും പല ഡിസൈനിലുള്ള വാട്ടർ വന്നിട്ട്, വെള്ളം വന്നിട്ട് അത് കൂട്ടിമുട്ടും. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, ഇത് മ്യൂസിക്കിനനുസരിച്ചാണല്ലോ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാവുക, മ്യൂസിക്കിന്റെ ആ ഒരു ബാസ് മാറുന്നതിനനുസരിച്ച് ഫൗണ്ടെയിന്റെ ഇത് മാറും. അപ്പോ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇത് രണ്ടും, ആ ഒരു മ്യൂസിക്കും ഇതും കൂടെ സിങ്ക് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചിരുന്നു അവള്. അപ്പോ ഞാൻ അവളോട് പറഞ്ഞ മറുപടി, അന്ന് അവള് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അങ്ങനാണ്. 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ട്രിഗണോമെട്രി എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, ത്രികോണമിതി എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമുക്ക് ഓരോന്നിനെയും ഇങ്ങനെ പോയാൽ ഇപ്പൊ കൂട്ടിമുട്ടും, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ള മറുപടി അവർക്ക് കൊടുത്തത്. അപ്പോ എന്നോട് ഇന്റർവ്യൂവർ ചോദിച്ച സമയത്ത് ഞാൻ ഇതിനെ ട്രിഗണോമെട്രി കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു. അങ്ങനെ നമുക്ക് തന്നെയുള്ള നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് പലപ്പോഴും കണ്ടന്റുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ചാപ്റ്ററിനും ഓരോ ഇൻട്രോ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം പോവാൻ. പിന്നെ അഥവാ അവർ ക്ലാസ് എടുക്കേണ്ടി വന്നാൽ ക്ലാസ് എടുക്കാനും കൂടെ ഉള്ള ഒരു മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ. ഇനി വാട്ട് ഷുഡ് ഐ ബ്രിങ്, നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു ബയോഡാറ്റ നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നമ്മളത് ഫില്ല് ചെയ്തിട്ട് വേണം പോവാൻ. അതിൽ ഫില്ല് ചെയ്യാൻ ഉണ്ടാവുക ഒരു ഏകദേശം നമ്മുടെ ഒരു CVയുടെ ഒരു റെസ്യൂമെ മോഡലിലെ ഒരു ബയോഡാറ്റ അവർ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടും. അത് നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് പോയാൽ മതി. അപ്പൊ അതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഓരോന്നിന്റെയും ഏത് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്, SLC +2 ഡിഗ്രി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഏതാണ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഏതാണ്, ദെൻ നമുക്ക് എന്തെങ്കിലും സ്കില്ലുകൾ ഉണ്ടെങ്കിൽ സ്കില്ലുകൾ, നമ്മുടെ ഹോബികൾ. അപ്പൊ അതിൽ ഹോബിയൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ റീഡിംഗ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ, റീഡിംഗ് ഒരു ഹോബി ആണെങ്കിൽ മാത്രം റീഡിംഗ് എന്നുള്ളത് എഴുതുക. കാരണം റീസെന്റ് നമ്മൾ വായിച്ച പുസ്തകം ഏതാണ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പൊ നമ്മൾ വായിക്കുന്ന ആളാണെങ്കിൽ റീഡിംഗ് എഴുതാം,
പാട്ട് പാടുന്ന ആളാണെങ്കിൽ സിംഗിങ് എഴുതാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന റീസെന്റ് ഒരാള് ട്രാവലിംഗ് എഴുതി. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ച കാര്യം ഏറ്റവും അടുത്ത് പോയ സ്ഥലം എവിടെയാണ്. അപ്പൊ അയാൾ എവിടെയും പോയിട്ടില്ല. അപ്പൊ നമ്മള് സത്യം മാത്രം എഴുതാൻ നോക്കുക. നമ്മൾ വെറുതെ അവരെ മുമ്പിൽ വെച്ചിട്ട് വെറുതെ ബബ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഹോബി ഇല്ലെങ്കിൽ ഹോബി ഇല്ല എന്നതിനോട് കുഴപ്പമൊന്നുമില്ല. വെറുതെ ഇരിക്കുകയാണെന്നുള്ള, ഇപ്പോൾ റീൽസ് കാണുക എന്നുള്ളത് ഒരു ഹോബിയാണല്ലോ. ആസ് എ ടീച്ചർ അതൊരു ഹോബി അല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യാറുള്ള ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണോ സ്പെൻഡ് ചെയ്യാറുള്ളത് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യാനുണ്ടാകും. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് കൊണ്ടുപോവാം. നമ്മൾ ആർട്സിലും സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇന്റർവ്യൂ മാർക്കിന് അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. വെയിറ്റേജ് കിട്ടില്ല എങ്കിൽ പോലും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. സോ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് കൊണ്ടുപോവാം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം DGE. ഇപ്പോഴത്തെ DGE ആരാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആരാണെന്നുള്ളത്? അതെ, NSK ഉമേഷ് സർ IAS ആണ് ഇപ്പോഴത്തെ DGE. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയുടെ DD, ഇപ്പൊ മലപ്പുറം ജില്ലയുടെ DD ആരാണെന്ന് അറിയുന്നവരുണ്ടോ? മലപ്പുറം ജില്ലയിലാണ്. ഇപ്പൊ നിങ്ങൾ ഏത് ജില്ലയാണെങ്കിൽ നിങ്ങളുടെ DDയുടെ പേര് പറഞ്ഞോളൂ. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾ ഏത് ജില്ലയാണെങ്കിൽ നിങ്ങളുടെ DDയുടെ പേര് പറഞ്ഞോളൂ, ജില്ല പറഞ്ഞാൽ മതി. ട്രിവാൻഡ്രം സുബിൻ പോൾ ആണോ? ട്രിവാൻഡ്രംകാരുണ്ടെങ്കിൽ പറയൂ. എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല തിരുവനന്തപുരത്തിന്റെ കാര്യം. ഞാൻ മലപ്പുറംകാരിയാണ്. മലപ്പുറത്തിന്റെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. ഓക്കെ, മലപ്പുറത്തിന്റെ DD റഫീഖ് സാറാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം DD രമേശ് സാർ ആയിരുന്നു. രമേശ് സാർ റിട്ടയർ ആയി. ഇപ്പോഴത്തെ DD റഫീഖ് സാറാണ്. ദെൻ DEO ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് അസീസ് സാറാണ് കോഴിക്കോട്. ഓക്കെ. ദെൻ എത്ര DEO ഓഫീസ് ഉണ്ട്? നിങ്ങൾ ചിലപ്പോൾ മലപ്പുറം ഒരു വലിയ വിദ്യാഭ്യാസ ജില്ല ആയതുകൊണ്ട് തന്നെ, വലിയ ജില്ല ആയതുകൊണ്ട് തന്നെ 4 വിദ്യാഭ്യാസ ജില്ലകളുണ്ട്, DEO ഓഫീസുകളുണ്ട്. വണ്ടൂര്, മലപ്പുറം, തിരൂര്, ദെൻ ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ, താനൂരും തിരൂരും ഉണ്ടോ? ഇല്ലല്ലോ, തിരൂരല്ലേ ഉള്ളൂ. താനൂരുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് സബ് ജില്ലയാണ് താനൂരുള്ളത്. വിദ്യാഭ്യാസ ജില്ല തിരൂരേ ഉള്ളൂ. ഓക്കെ, അപ്പോ അങ്ങനെ 4 DEO ഓഫീസുകൾ ഉണ്ട്. അപ്പോ ആരൊക്കെയാണ് ആ DEOമാര് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട 3 ടേമാണ് സമ്പൂർണ്ണ, സമന്വയ, സമഗ്ര. നമ്മുടെ ഇപ്പൊ സമ്പൂർണ്ണ, സമന്വയ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇപ്പോ നമ്മുടെ കുട്ടികളുടെ ഇപ്പൊ നമ്മള് ഫിക്സേഷൻ, തലയെണ്ണല് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോർട്ടലാണ് സമ്പൂർണ്ണ പോർട്ടൽ. അതുപോലെ തന്നെ സമന്വയ പോർട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫിക്സേഷൻ ഒക്കെ സമന്വയ പോർട്ടലുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഒരു സ്കൂൾ, അതിനൊക്കെ കൃത്യമായ കണക്കുകളുണ്ട്. ഒരു സ്കൂളിൽ എത്ര കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു മാത്സ് പോസ്റ്റ് ഉണ്ടാകും, ഇനി അതിലേക്ക് ഇത്ര കുട്ടികൾ കൂടി കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ സയൻസിന്റെ പോസ്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള പോസ്റ്റിങ്ങുമായിട്ട് കുട്ടികളുടെ എണ്ണവും ടീച്ചേഴ്സിന്റെ പോസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്ന പോർട്ടലാണ് സമന്വയ പോർട്ടൽ. ദെൻ സമഗ്ര, നമ്മൾ പലർക്കും അറിയുന്ന ഒരു പോർട്ടലാണ് സമഗ്ര. നമ്മുടെ 1 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, പഠന സാമഗ്രികൾ, ലെസൺ പ്ലാനുകളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് സമഗ്ര പോർട്ടൽ. അപ്പൊ ഈ 3 പോർട്ടൽസും എന്തൊക്കെയാണ്, ഇതിന്റെ 3ന്റെയും ഉപയോഗം എന്താണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കോളർഷിപ്പുകൾ. ഇപ്പോൾ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്,
പിന്നെ അതുപോലെ തന്നെ NMMS സ്കോളർഷിപ്പ്, പിന്നെ ഒരുപാട് പദ്ധതികളുണ്ട്. സർക്കാർ നടത്തുന്ന കുട്ടികൾക്കായിട്ട് നടത്തുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതി ഇപ്പോൾ ബാലകിരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഈ സൈക്കിള് കൊടുക്കുന്ന പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ എന്താണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികൾ ഒരു 2-3 പറയൂ എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ രജിസ്റ്ററുകൾ, ഒരു സ്കൂളിൽ കീപ്പ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രജിസ്റ്ററുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഇപ്പൊ അനക്ഡോട്ടൽ റെക്കോർഡ്, ആ റെക്കോർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ അത് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കണം, അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഇത്രയും കാര്യം. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ വി ശിവൻകുട്ടി സാറാണ്. പിന്നെ നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ് പറയുന്നുണ്ടാവും? ബിന്ദു മാഡം. മന്ത്രി വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രി വീണ ജോർജ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വകുപ്പുകളും മനസ്സിലാക്കിയാൽ ഇല്ലെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട്, പിന്നെ ചില ആളുകളോട് രാഷ്ട്രപതിനെ ചോദിച്ചിട്ടൊന്നും കിട്ടാത്ത ആളുകളുണ്ട്, അറിയാനിട്ടല്ല കിട്ടാനിട്ടാണ്. അപ്പോ അതൊക്കെ നല്ലോണം ഒന്ന് മനസ്സിലാക്കി, എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ പേരുകളൊന്നും കിട്ടാതെ ഇരിക്കട്ടെ. അപ്പൊ അതിനുവേണ്ടി നല്ലോണം മനസ്സിരുത്തിയിട്ടൊക്കെ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഏറ്റവും ബേസിക് ആയിട്ട് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യം തന്നെ എപ്പോഴും നമ്മൾ അത്രയും കൂളായിട്ടും കാമായിട്ടും ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം, വിശന്നിട്ട് പോവരുത്. നമുക്ക് കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ ഇന്റർവ്യൂവിന് നമ്മൾ എത്തിയിട്ട് അവിടെ എത്തി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സബ്ജക്ട് എക്സ്പേർട്ട് വരുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞിരുന്ന എക്സ്പേർട്ടിന് പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം അയാൾ എത്തില്ല എന്ന് രാവിലെ അറിയിച്ചു. അവര് മറ്റൊരാളെ അറേഞ്ച് ചെയ്ത് അദ്ദേഹം എത്തിയപ്പോഴത്തേക്ക് ഞാൻ എത്തി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് ലാഗ് ആവാം. അപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒക്കെ പോവാം. അപ്പൊ നമ്മളെ ഏതോ പരസ്യത്തിൽ പറഞ്ഞ വിശന്നാൽ നിങ്ങളല്ലാതെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യം ഭക്ഷണം കഴിച്ച് ഒക്കെ ഓക്കെ ആയി, കൂളായി, കാമായി ഇന്റർവ്യൂവിന് വേണ്ടി പോവാം. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. അറിയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് പഠിക്കാണ്ടിരിക്കാം. എല്ലാം പറയണം എന്നുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് അങ്ങോട്ട് കിട്ടാത്ത കാര്യങ്ങൾ, അപ്പൊ അവരോട് പറയാം, സർ എനിക്കറിയാം, ഞാൻ പറയാം. ഇപ്പൊ എന്നോട് ചോദിച്ച തിരൂര് DO ആരാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ എനിക്ക് സബുമോൻ സാർ ആണെന്ന് അറിയാം, പക്ഷെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, സർ 1 മിനിറ്റ്, എനിക്കറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു സബുമോൻ സാറാണ്. ഒരു 2-3 സെക്കൻഡ് ആലോചിച്ച ശേഷം ഞാൻ പറഞ്ഞു സബുമോൻ സാറാണ്. പെട്ടെന്നുള്ള ആ ഒരു തള്ളിച്ചയിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെ അവർ സമയം തരും. പിന്നെ എല്ലാം ആ ഒരു പാനലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ അവരെല്ലാവരെ കൊണ്ടും ക്ലാസ് എടുപ്പിക്കും, അങ്ങനെ ഉണ്ടാവാം. അത് ആ ഒരു പാനലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഒരേ പാനലായിരിക്കില്ല. 2-3 ദിവസത്തിന് ഒരു പാനലായിരിക്കും, അത് കഴിഞ്ഞാൽ വേറെ പാനലായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് വേഷൻ നിങ്ങൾ പെർഫോം ചെയ്യാന്നുള്ളതാണ്. പാനൽ ഏതോ ആയിക്കോട്ടെ, നമ്മൾ അതിപ്പോ പിന്നെ വല്ലാണ്ട് അവരോട് റൂഡായിട്ട് സംസാരിക്കരുത്. അപ്പോൾ അവര് തെറ്റ് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണം എന്നല്ല, എങ്കിലും സോറി സർ എന്റെ മിസ്റ്റേക്ക് ആവുമെന്ന് പറഞ്ഞു പോരുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വല്ലാണ്ട് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് വല്ലാണ്ട് കുറയും. അങ്ങനെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു, ഞാൻ അവരോട് തർക്കിച്ചത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ട് അവരോട് റൂഡായിട്ട് സംസാരിക്കാണ്ടിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലും പറയാം. അതുപോലെ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് സംസാരിക്കാനൊക്കെ ഉള്ളവർക്ക് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ് ചോദിക്കാം കേട്ടോ.
മാം ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചോദിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 by 1 ആയിട്ട് റിപ്ലൈ തരാം. നമ്മുടെ HSC എക്സാമിന്റെ പോർഷൻസ് എല്ലാം ഒന്നും കൂടെ നോക്കിയിട്ട് പോകണ്ടേ? നമ്മൾ എക്സാം എഴുതിയത് അതിനകത്ത് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറുണ്ടോ? അതോ എല്ലാം സ്കൂൾ ലെവൽ ബേസ് ചെയ്തിട്ടാണോ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്? അത് ഒന്ന് പറയാമോ? അധികവും സ്കൂൾ ലെവലിൽ കണക്ട് ചെയ്തിട്ടാണ് വരാറുള്ളത്. പക്ഷേ നമ്മൾ ഏറ്റവും ചോദിക്കാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് ഏതാണ്, ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ഏതാണ്, PG ക്ലാസ് റൂമുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്നോട് ചോദിച്ചിട്ടുണ്ട്. PG ക്ലാസ് റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു. ഞാൻ ടോപ്പോളജിയാണ് പറഞ്ഞത്. പക്ഷേ എന്നോട് അതൊന്നും ചോദിച്ചിട്ടില്ല. ടോപ്പോളജിയിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് ടോപ്പോളജി ഇഷ്ടപ്പെട്ടു എന്നാണ് ചോദിച്ചത്. അതിനൊരു റീസൺ, എനിക്ക് ഡിഗ്രി സമയത്ത് റിയൽ അനാലിസിസ് ആയിരുന്നു ഇഷ്ടം, PG സമയത്ത് ടോപ്പോളജി ആയിരുന്നു ഇഷ്ടം. അപ്പൊ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ടോപ്പോളജി ഇഷ്ടമായി എന്നുള്ളൊരു റീസൺ ഞാൻ പറഞ്ഞു കൊടുത്തു. അവര് ചോദിക്കാറുണ്ട്, ഇല്ല എന്നല്ല. നമ്മള് ഡിഗ്രി PG ഈ ടോപ്പിക്സ് മൊത്തം നോക്കി പോകുന്നത് നല്ലതാണ്. HSC വരുമ്പോ HSCന്റെ സിലബസ് ഡിഗ്രി PGയിൽ വരുമല്ലോ, ഡിഗ്രിയിൽ HSCന്റെ സിലബസ് വരും. ഓക്കെ, ദെൻ റാങ്ക് എത്രയായിരുന്നു? എൻ്റെ റാങ്ക് 93 ആണ്. മലപ്പുറം HSA റാങ്ക് ലിസ്റ്റിൽ എൻ്റെ റാങ്ക് 93 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർവ്യൂ എത്ര മാർക്ക് കിട്ടി? എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയ മാർക്ക് 12 ആണ്. 12 മാർക്കാണ് എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയത്. ദെൻ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ വേണോ? ടീച്ചിങ് എയ്ഡ്സ് ഒന്നും വേണ്ട, അതൊന്നും അവർ ഉള്ളിലേക്ക് നമ്മൾ അലോ ചെയ്യൂല. നമ്മുടെ കയ്യിലൊരു ഫയൽ മാത്രമേ അവർ അലോ ചെയ്യുള്ളൂ. ടീച്ചിങ് എയ്ഡ്സ് ഒന്നും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഏതിന്റെ ടീച്ചിങ് എയ്ഡാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുക? അവരവിടുന്ന് ഒരു ടോപ്പിക് തരും, ആ ടോപ്പിക്ക് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ടോപ്പിക് എടുത്തോളൂ എന്നും പറയാം കേട്ടോ. ടീച്ചിങ് എയ്ഡ്സ് ഒന്നും വേണ്ട. ഇന്റർവ്യൂ ഡേറ്റ് എക്സാം കലണ്ടറിൽ വരുമോ? എക്സാം കലണ്ടറിൽ വരും. ഞാനൊരു ന്യൂസ് റീസെന്റ് കണ്ടിട്ടുണ്ട്, ജനുവരി മുതൽ HSA മാത്സിന്റെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, അങ്ങനെ ഏതോ ഒരു മെറ്റീരിയൽ ആണ് ഞാൻ കണ്ടത്, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ജനുവരി മുതൽ നിങ്ങളുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മെട്രിക്സ് എങ്ങനെയാ പറഞ്ഞത്? മെട്രിക്സ് പറഞ്ഞത്, നമ്മൾ മെട്രിക്സിന്റെ ഡെഫിനേഷൻ പറയുന്നത്, മെട്രിക്സ് ഇസ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് എന്നാണ്. അതായത് നമ്പേഴ്സിന്റെയും ഫങ്ഷൻസിന്റെയും അറേഞ്ച്മെന്റ് ആണ് മെട്രിക്സ്. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ നമ്മൾ നമ്പേഴ്സിലുള്ള മെട്രിക്സിനെ മാത്രം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ സംഖ്യകളെ ഒരു പ്രത്യേക രീതിയിൽ, ഇപ്പോൾ നമ്മുടെ സീക്വൻസുമായിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്തു. സീക്വൻസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിയാലോ. അപ്പോൾ സീക്വൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതുപോലെ മറ്റൊരു രീതിയിൽ ചതുരാകൃതിയിലുള്ള പല രൂപത്തിലെ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി മെട്രിക്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് വരികൾ ഉണ്ടായിരിക്കും, നിരകളും ഉണ്ടായിരിക്കും. വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും നോക്കിയിട്ട് ഓരോ മെട്രിക്സിനും ഓരോ ക്രമങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ ആദ്യം അവിടെ ഓരോ ഓർഡർ കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരെന്നെ ഒന്നിങ്ങനെ നോക്കി, അപ്പൊ ഞാൻ മാറ്റിയിട്ട് പറഞ്ഞു ഓരോ ക്രമങ്ങൾ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയേ ഞാൻ മെട്രിക്സ് പറഞ്ഞിട്ടുള്ളൂ. ബയോഡാറ്റ ഫോം ഫിൽ ചെയ്യേണ്ടത് മലയാളം ഓർ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് എൻ്റെ ഓർമ്മ, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പിന്നെ എന്തായാലും നമ്മളോട് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബേസിക്കലി നമ്മൾ അത് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുള്ളൂ. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മൾ മലയാളത്തിൽ എഴുതാൻ സാധ്യത കുറവാണ്. സോ ഞാൻ ഇംഗ്ലീഷിലാണ് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് എത്ര ടൈം ഉണ്ടാകും? ഒരു 15 to അരമണിക്കൂർ, അതിൽ കൂടുതലൊന്നും ഉണ്ടാവാറില്ല. ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാണ് ഒരാൾക്ക് ഡ്യൂറേഷൻ ഉണ്ടാവുക. സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ചോദിക്കാറുണ്ട്. നമ്മുടെ ഇന്റലിജൻസ് തിയറി അതുപോലെയുള്ള നമ്മൾ BEdന് പഠിച്ച അഡൾട്ട് സൈക്കോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി എന്നും നേരെ വൈകി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം? ആ കുട്ടിയെ നേരത്തെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ ടീച്ചർ എന്ത് ചെയ്യാൻ കഴിയും?
പിന്നെ ഒരു 14 വയസ്സുള്ള കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെ ടീച്ചർ ഏത് ക്ലാസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യും? 4ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി പോയൊരു കുട്ടി 14 വയസ്സിൽ വീണ്ടും സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെ ഏത് ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒന്നുകൂടെ നമ്മുടെ ഒരു ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡെമോ ടോപ്പിക് അവർ തരുന്നതും ഉണ്ടാവാം, നമ്മളോട് ഇഷ്ടമുള്ള ടോപ്പിക്ക് ഡെമോ എടുക്കാനും പറയാം. ഇൻ കേസ് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ടോപ്പിക് എടുക്കാമോ? അത് ഡിപ്പെൻസ് ആണ്. അവർ ഇന്ന ടോപ്പിക് എടുക്കാൻ പറഞ്ഞാൽ അത് എടുക്കേണ്ടി വരും. ഇനി അല്ല, ഇഷ്ടമുള്ള ടോപ്പിക് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അതെടുക്കാം. നിങ്ങളുടെ ജില്ല അല്ലാതെ അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലേണ്ടതും അപ്ലൈ ചെയ്ത ജില്ല അടിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലേന്റെ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ അവർക്കൊരു എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ അത് അറിയാന്നുള്ള രീതിയിൽ ചോദിക്കാം. റീഡിങ് ഹോബി, റീഡിങ് ട്രാവലിംഗ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന റീസെന്റ് വായിച്ചിട്ടുള്ള ബുക്ക് ഏതാണ്, ആ ബുക്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയ പോയിന്റ് ഏതാണ്? നമ്മൾ വെറുതെ ഒരു ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതും പറയാം. പക്ഷെ അത് അവർ വായിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഏതൊരു പോയിന്റ് ആണ്. പിന്നെ ട്രാവലിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതാണെങ്കിൽ ആരുടെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം, ഏത് ലാംഗ്വേജിലുള്ള പാട്ടുകളാണ് കേൾക്കാറുള്ളത്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പ്യുവർ മലയാളമാണോ സംസാരിക്കേണ്ടത് സബ്ജക്ട് പ്യുവർ മലയാളം അല്ല. നമുക്ക് മാത്സ് ആയതുകൊണ്ട് തന്നെ എല്ലാം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാനൊന്നും നമുക്ക് അറിയൂല. സോ PMI ഞാൻ പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ് PMI പ്രൂവ് ചെയ്തത്. പിന്നെ മെട്രിക്സ് ഒരു 8ാം ക്ലാസ് മലയാളം മീഡിയം കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന് ചോദിച്ചതുകൊണ്ട് അത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. എത്ര മിനിറ്റ് ക്ലാസ് പ്രിപ്പയർ ചെയ്ത് പോകണം? ഒരു 15 മിനിറ്റിന്റെ ക്ലാസ് മാക്സിമം പ്രിപ്പയർ ചെയ്താൽ മതി. ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മുടെ കറണ്ട് അഫെയറിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ കുറച്ച് പൊതുബോധം കൂടെ വേണമല്ലോ. അപ്പൊ ജനറൽ കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. 8, 9, 10 ക്ലാസ്സിലെ ടോപ്പിക്സ് ആണ് എടുക്കാൻ പറയാ. കാരണം നമ്മൾ ഹൈസ്കൂൾ HSA റാങ്ക് ലിസ്റ്റ് ആണല്ലോ. സോ ഹൈസ്കൂളിലെ ടോപ്പിക് ആയിരിക്കും അവർ ഡെമോ ആയിട്ട് എടുക്കാൻ പറയാം. PMI എക്സാമ്പിൾ പറഞ്ഞത് 2n. ഏതൊരു ഈവൻ നമ്പറിനെയും നമുക്ക് 2n എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. അത് ഫോർ n is equal to 1 ട്രൂ ആണെന്ന് കാണിച്ചു, n is equal to k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു, n is equal to k+1 ട്രൂ ആണെന്ന് വീണ്ടും പ്രൂവ് ചെയ്തു. AI യൂസ് ചെയ്ത് എങ്ങനെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാം? അതിനെ പറ്റി റിപ്ലൈ തരണമെങ്കിൽ കൂടുതൽ AI ടൂളുകളെ പറ്റി ഞാൻ ഇപ്പോൾ അവെയർ അല്ല. ഓക്കെ, അപ്പോ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോ കൂടുതൽ AI ടൂളുകളെ പറ്റി ഞാൻ അവെയർ അല്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാനുള്ള നോളജ് ഇപ്പോൾ ഇല്ല. ഡ്രസ്സിംഗ് ഒക്കെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നുള്ള കാര്യം, ഡ്രസ്സിങ് നോക്കിയിട്ട് അവർ മാർക്ക് ഇടുന്നു എന്നല്ല. നമ്മൾ കംഫർട്ടബിൾ ആയാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അൺകംഫർട്ടബിലിറ്റി അവിടെ കാണിക്കും. എല്ലാത്തിലും ആ ഒരു നമ്മൾ കംഫർട്ടബിൾ അല്ല എന്നുള്ളത് നമ്മൾ അവരെ കാണിക്കും. അത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഒരു മാനറിസം ആയിട്ടോ അങ്ങനെയൊക്കെ അത് വരും. അങ്ങനെ നമുക്ക് നമ്മളൊരു അൺസർട്ടനിറ്റി അവിടെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് വഴി മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഡ്രസ്സിങ് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഒരിക്കലും ഒരാളുടെ ഡ്രസ്സിങ് നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ ജഡ്ജ്മെന്റിൽ ആവാൻ പാടില്ല എന്നുള്ളതല്ലേ. സോ അങ്ങനെ അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഓക്കെ, സപ്ലിമെന്ററിയിൽ SIUC കാറ്റഗറി 5 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉള്ളത്. സോ മെയിൻ ലിസ്റ്റ് വരുമ്പോൾ എത്ര പേർ എടുക്കുമായിരിക്കും? SIUC എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ റൊട്ടേഷൻ ചാർട്ടിൽ 100ൽ 2 എണ്ണമാണ് വരുന്നത് എന്ന് തോന്നുന്നത്. 100ൽ 2 SIUC ആണ് വരുന്നത്. നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണല്ലോ PSC അപ്പോയിന്റ്മെന്റ് വരിക. അപ്പോ 100 പേര് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേര് വരും. അതിന് മെയിൻ ലിസ്റ്റിൽ SIUC ഇല്ലെങ്കിലാണ് സപ്ലിമെന്ററി ലിസ്റ്റിലോട്ട് വരിക. ഓക്കെ, അപ്പൊ മെയിൻ ലിസ്റ്റ് എത്രത്തോളം പോകുന്നോ ആ ടേണിനനുസരിച്ചിട്ടാണ് SIUC നല്ല ഏത് ടേൺ ആണെങ്കിലും മെയിൻ ലിസ്റ്റ് നിങ്ങൾ
ക്രോമിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ ചാർട്ട് എന്ന് കാണാൻ പറ്റും. ആ റൊട്ടേഷൻ ചാർട്ട് നോക്കിയാൽ മതി. എനിക്കൊന്ന് SIUC 2 or 1 ആണുള്ളത്. അപ്പോ ഫസ്റ്റ് റൊട്ടേഷനിൽ 40 SIUC ആണ് തോന്നുന്നു. അപ്പോൾ 40 കയറുമ്പോൾ 39 കയറുമ്പോൾ 40 ഒരു SIUC കയറും. അതും മെയിൻ ലിസ്റ്റിൽ SIUC ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആ പേഴ്സൺ ആണ് കയറുക, ഇല്ലെങ്കിലാണ് സപ്ലിമെന്ററി ലിസ്റ്റിലോട്ട് വരിക. എന്താണ് ഹോബി പറഞ്ഞത്? അത് റിലേറ്റഡ്. ഞാൻ ഹോബി പറഞ്ഞത് റീഡിംഗ് ആണ്. എൻ്റെ ഹോബി റീഡിംഗ് ആണ്. ഞാൻ നല്ലോണം വായിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നോട് ഹോബിനെ പറ്റിയുള്ള യാതൊരു ചോദ്യങ്ങളും ചോദിച്ചിട്ടില്ല. റീഡിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഴുതിയ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, കാരണം അതുമായി റിലേറ്റഡുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്രിഗോമെട്രി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു. ആ ഒരു വാട്ടർ ഫൗണ്ടെയിൻ എപ്പോ എങ്ങനെ വരുന്നു, ഇവിടെ കൂട്ടിമുട്ടുന്നു എന്നൊക്കെ നമ്മൾ അതിന്റെ ആംഗിൾസുമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ആംഗിൾ ഓഫ് എലിവേഷൻ വേറെയും ആ വരുന്ന വെള്ളത്തിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആംഗിളും അവിടെ ഒരു ഫാക്ടർ ആണല്ലോ. അങ്ങനെയാണ് ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിന്, HSC ഇന്റർവ്യൂവിന് അല്ല, ഒരു സ്കൂളിലെ ഡെയിലി വേജ് ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അത് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഓരോന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത്രയും യുണീക്ക് ആയിരിക്കും. ആ യുണീക്കായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ മാർക്ക് കൂട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്നിങ്ങനെ ആലോചിച്ചാൽ മതി. ഓരോ ടോപ്പിക്കിനും നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ടൊരു ഇൻട്രോ കണ്ടെത്തി വെക്കുക. ഓക്കെ, മെയിൻ ലിസ്റ്റ് ഉള്ളവർക്കാണോ ആദ്യം ഇന്റർവ്യൂ ഉണ്ടാവുക? അങ്ങനെയല്ല, അത് നമ്മുടെ രജിസ്റ്റർ നമ്പറിനനുസരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, ആ നമ്പറിനനുസരിച്ച്. അപ്പൊ നമ്മളൊരു 20 പേര് ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ മെയിൻ ലിസ്റ്റും ഉണ്ടാവും, സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടായിരിക്കും. ഹോബി മൂവി വാച്ചിങ്. നിങ്ങളെ ഹോബി എന്താണോ അത് പറയാം. ഓക്കെ, ഒരു ലിസ്റ്റിൽ എല്ലാവർക്കും സെയിം ഡേ ആയിരിക്കില്ല. ഒരു ദിവസം നമുക്കൊരു 20 or 25 പേർക്കൊക്കെ ഒരു ദിവസം ഇന്റർവ്യൂ ഉണ്ടായിരിക്കുള്ളൂ. ഹയർ മാത്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടും ഇതുപോലെ എൻ്റെ കൂടെ PG ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ ഡിസ്റ്റൻസ് ആണ് ചെയ്തിരുന്നത്. ആളോട് ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് ചോദിച്ചു. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നോട് PG റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ പ്രോജക്റ്റിന്റെ പേപ്പറും പ്രോജക്റ്റുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളും എവിടെ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ PG റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്ക് ചോദിക്കുമ്പോൾ പറയാനൊരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക, അത് നല്ലോണം തറവാക്കി വെക്കും വേണം. അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് നമ്മൾ തന്നെ പറഞ്ഞിട്ട് പിന്നെ അതിന് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരരുത്. റീസെന്റ് PG ചെയ്തതാണെങ്കിലും നമ്മൾ ഒരുപാട് മുന്നേ ചെയ്തതാണെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഒരാള് PGക്ക് അത്യാവശ്യം നല്ല മാർക്കുള്ള ഒരാളുണ്ടായിരുന്നു. ഒരു 90% മാർക്ക് ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് ഒരു 10 വർഷം മുന്നേ ഞാൻ PG ചെയ്തതാണ്. അപ്പോൾ അവരോട് PGയിലെ ചോദ്യം ചോദിച്ചവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരോട് പിന്നെ ഈ മാർക്കുകൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും മാർക്ക് വാങ്ങിയിട്ട് ഇത്രയും ഒരു ഐഡിയ ഇല്ലാതെ മറന്നു പോവാനാണെങ്കിൽ പിന്നെ ഈ മാർക്ക് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പഠിച്ചത് തന്നെ അല്ലേ എന്നൊക്കെ അവര് പാനലിൽ ചോദിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിനനുസരിച്ചാണോ അഡ്വൈസ് വരുന്നത്? നമുക്ക് നിങ്ങൾ ക്രോമിൽ കയറി കഴിഞ്ഞാൽ PSC റൊട്ടേഷൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ ചാർട്ട് വരും. അപ്പൊ അതിൽ 1 OC, പിന്നെ 2 ഒരു കാറ്റഗറി, ഏതെങ്കിലും ഒരു റിസർവേഷൻ കാറ്റഗറി, 3 OC, 4 റിസർവേഷൻ കാറ്റഗറി, അങ്ങനെയാണ്. അപ്പൊ ആ ഒരു റൊട്ടേഷൻ ചാർട്ടിനനുസരിച്ചിട്ടാണ് പോവുക. റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ OC എന്ന് പറയുമ്പോൾ ഓപ്പൺ കാറ്റഗറി, അപ്പൊ അതിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് റാങ്ക് ലിസ്റ്റിന്റെ ബേസിൽ ഇങ്ങനെ 1, 2, 3 അത് പോകും. പിന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ ആ ഒരു BC ടേണിൽ റിസർവേഷൻ കാറ്റഗറി ഉള്ളതും പോകും. ഒറ്റ മിനിറ്റ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് PSCയുടെ റൊട്ടേഷൻ ചാർട്ട്.
ഇതിൽ ഒന്ന് OC എന്ന് പറയുമ്പോൾ 1ാം റാങ്കുകാരൻ പോകും. രണ്ടാമത് EBT ആണ്, റിസർവേഷൻ ടേൺ ആണ്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ സപ്ലിയിലോട്ടല്ല പോവുക, ആ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന EBT കാറ്റഗറി ആരാണോ അദ്ദേഹമാണ് രണ്ടാമത്തെ ടേണിൽ കയറുക. മൂന്നാമത് വീണ്ടും OC, അപ്പൊ 2ാം റാങ്ക് പോകും. നാലാമത് SC ടേൺ ആണ്, അപ്പൊ ആ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന SC ടേൺ ആരാണോ അവരായിരിക്കും നാലാമതായിട്ട് കയറുക. ദെൻ 5ാമത് വീണ്ടും OC ടേൺ, 3ാം റാങ്കുകാരൻ പോകും. അങ്ങനെയാണ് പോവുക. പിന്നെ ഒരു മിനിറ്റ്, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ജില്ലയുടെ ടേണും 1 മുതലല്ല തുടങ്ങുക. അതിന്റെ തൊട്ട് മുന്നുള്ള റാങ്ക് ലിസ്റ്റ് ഏത് ടേണിലാണോ അവസാനിച്ചത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ടേൺ വരിക. അപ്പൊ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു 57 എങ്ങാനാണ് ഇതിന്റെ മുന്നേ ഉള്ളത് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മുന്നുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിച്ചത് 57 OC എന്നുള്ള ടേണിലായിരുന്നു. സോ 58 മുതലാണ് പിന്നെ ഞങ്ങളത് പോയത്. അപ്പൊ നിങ്ങളുടെ ജില്ലയിലെ അതിന് മുന്നുള്ള റാങ്ക് ലിസ്റ്റ് ഏത് ടേണിലാണോ അവസാനിച്ചത് അവിടെ തൊട്ടിട്ടാണ് പിന്നെ തുടങ്ങുക കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ SIUC ഇതാ 38 SIUC ആണ് ഇവിടെ 38 വരുന്നത്. ഒരു SIUC മാത്രമേ ഉള്ളൂ തോന്നുന്നു 100-ൽ ഒരു SIUC മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഏതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ, ഞാൻ സിലബസ് മൊത്തം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ PGയിൽ ഫേവറേറ്റ് സബ്ജക്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ടോപ്പോളജിയാണ്. ടോപ്പോളജി അത്യാവശ്യം നല്ല തറവായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലീനിയറും അബ്സ്ട്രാക്റ്റും ബേസിക് മാത്രം. പിന്നെ PDE ഞാൻ അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. PDEയിൽ ഒരു തിയർ എന്നോട് ചോദിച്ചിരുന്നു, അത് എൻ്റെ പ്രോജക്റ്റുമായി റിലേറ്റഡ് ആയിരുന്നു. സോ ആ തിയറ ഞാൻ സിമ്പിൾ തിയറാണ് ചോദിച്ചത്, സിമ്പിൾ ആയതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. റൂമിലേക്ക് കയറുമ്പോൾ അവർ നമ്മളോട് ഇരിക്കാൻ പറയും, നമ്മൾ ഇരിക്കുന്നു. ചില ആളുകളോട് ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കാറുണ്ട്, വീട്ടിലുള്ള ആളുകളെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ അത് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബയോഡാറ്റ അവരുടെ കയ്യിലുണ്ടാവും, അവരത് വെച്ചിട്ട് അവർ ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ സാധാരണ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന പോലെ തന്നെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരുവിധം എല്ലാവരുടെയും ഡൗട്ടുകളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കണോ? ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയാണെങ്കിലും ആസ് എ ടീച്ചർ ആണെങ്കിലും നമുക്ക് അറിയേണ്ട കാര്യമാണ്. സോ അത് നോക്കി പോവുക. അതിന് നിങ്ങൾ വേറെ PSC ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. സോ കറണ്ട് അഫയർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക, നല്ലതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ പറയണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ പറയാം. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഫുള്ളി ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ പറയാം, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ പറയാം. അതൊന്നും ഒരു ഫാക്ടർ അല്ല. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു സെഷൻ വളരെ ഉപകാരപ്രദമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഒരു എക്സ്പീരിയൻസ്, അതിൽ പ്ലസ് നമ്മൾ എന്തൊക്കെ കേടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്വയറീസ് ഓരോരോ എടുത്ത് തന്നെ മാം ഇവിടെ പറയുകയുണ്ടായി. സോ എല്ലാവരുടെയും ഒട്ടുമിക്ക സംശയങ്ങളും ഇതോടുകൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതും. സോ നമ്മൾക്ക് ഈ ഒരു ചെറിയ ടൈമിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്ന ഹിബ മാമിന് മാക്സിയോന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇത്രയും വളരെ നല്ലൊരു കൗണ്ട് ഓഫ് ആൾക്കാർ നമ്മൾക്ക് ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഓരോരുത്തർക്കും
ഇതൊരു പരിപാടി ഭയങ്കര അടിപൊളിയായിട്ട് അതുപോലെ നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങൾ ഇവിടെ ഇത് യൂട്ടിലൈസ് ചെയ്തു എന്നറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഇതുപോലെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇനിയും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കൂടെ നമ്മൾ മാക്സിയോണിൽ ഒരു ഇപ്പം ഇന്റർവ്യൂ എങ്ങനെയാണ് എന്നുള്ളതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്കൊരു ഡയറക്റ്റ് ഒരു ഡെമോ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഡെമോ ഇന്റർവ്യൂ സെഷൻ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു 1-to-1 ഒരു ഡയറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമോ നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത്, അത് നമ്മളൊരു ഓൺലൈനായിട്ട് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ പാനൽ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസന്റേഷൻസ് ചെയ്യാം. അത് ഒരു നിങ്ങളൊരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസന്റേഷൻ പ്ലസ് നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു സെഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ അതിൻ്റെ ഫർദർ ഇൻഫർമേഷൻസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സൂൺ. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ.